രാവിലെ വളരെ തിരക്കിട്ട് ഇന്ന് തുടക്കലും അടിക്കലും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാവരും, ഇല്ലേ? ഉണ്ടോ? ഞങ്ങൾക്കൊക്കെ ഗ്രൂപ്പിൽ വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? നാളെ പെണ്ണുങ്ങൾ ആരും ഒരു പണി എടുക്കണ്ടെന്ന്. ആങ്ങളമാർ വിട്ടതാ, എന്നും നിങ്ങൾ പണി എടുക്കണ്ടല്ലോ, നാളെ നിങ്ങൾ പണി എടുക്കണ്ടെന്ന്. എന്ത് ചെയ്താൽ മതി എന്നറിയോ? അടിക്കലും തുടക്കലും ഒക്കെ ഇന്നലെ ചെയ്തോളാൻ. അപ്പം ഞാൻ എന്ത് പണി ചെയ്തറിയോ? എൻ്റെ വീട് മുഴുവനും ഇന്നലെ അങ്ങോട്ട് നല്ല ക്ലീനാക്കി ഉഷാറാക്കി. രാവിലെ പൊറാട്ട കൊണ്ടിരിപ്പിച്ച് കറി മാത്രം വെച്ചിട്ട് അതും കഴിച്ചിങ്ങ് പോകുന്നത്. ഞാൻ മാവൂരിൽ നിന്നാണ് വരുന്നത്, പരതക്കാട് യൂണിറ്റാണ്. എന്നെ കല്യാണം കഴിച്ചത് മാവൂരിലേക്കാണ്. ഞാൻ ഫൗസിയ, ടീച്ചറാണ്, ചെറിയൊരു ട്രെയിനറാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഒപ്പം അൽഹംദുലില്ലാ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് എനിക്ക്. കാരണം എന്താണെന്നറിയോ? സ്കൂളിൽ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിലുണ്ടാവുക സ്കൂളത്തെ കുട്ടികളാണ്. പക്ഷേ വേറെ ഏതെങ്കിലും പൊതുവേദിയിൽ നിൽക്കുമ്പോൾ അവിടെ ഞാൻ അറിയാത്ത കുറേ മുഖങ്ങൾ എന്നെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഞാൻ പരിചയപ്പെടുന്ന ഒത്തിരി ആളുകൾ, എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ, എൻ്റെ കുടുംബത്തിലെ കോപ്പിലാൻ കുടുംബത്തിലെ ഒത്തിരി പേരുടെ കണ്ണുകളാണ് എൻ്റെ മുന്നിലേക്കുള്ളത്. മാഷാ അല്ലാ. അതിനേക്കാളും ഉപരി എൻ്റെ സഹോദരിമാർ, എൻ്റെ ഉമ്മ ഒക്കെയുള്ള ഈ സദസ്സിൽ എനിക്കിവിടെ നിന്ന് നിങ്ങളെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു വേദി തന്നതിന് അവർക്ക് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. വളരെ ചുരുങ്ങിയ സമയമാണുള്ളത്. നമ്മളെല്ലാവരും ഇവർ നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു സമയമാണിത്. ഉച്ചയ്ക്ക് ശേഷം ഒരു വിചാരിച്ച് നമ്മൾ ഉറങ്ങുന്നു. കാരണം എന്താ അറിയോ? ഒരു ദിവസം നമുക്ക് ഉറങ്ങാൻ കഴിയൂലല്ലോ പെണ്ണുങ്ങൾക്ക്. സിങ്കുന്ന നീറ്റ് പോരാൻ നമുക്ക് നേരം ഉണ്ടാവില്ല അല്ലേ? കൊട്ടത്താഴത്തുനിന്ന് നീറ്റ് പോരാൻ നമുക്ക് നേരം ഉണ്ടാവുമോ? നിങ്ങൾ പറയും, ഉണ്ടാവോ? ഇല്ല. നമ്മളെ കൂടെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ആണുങ്ങൾ എന്താ ചെയ്യുക? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് പറയും എന്താ ഉണ്ടാവുക? നിങ്ങൾ സത്യം പറയണേ. ഒന്നുകിലും ഓല ഉറങ്ങും, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ പോയിരുന്നിട്ട് കാലും കയറ്റി വെച്ചിട്ട് തോണ്ടും. നമ്മളോ ഈ പാത്രം മുഴുവനും കഴുകി വൃത്തിയാക്കി മാക്സിയിലൊരു തൊടയും തുടച്ച് വരുമ്പോഴേക്കിനും വൈകുന്നേരത്തെ ചായക്കൊന്നും കരിച്ച് പൊരിച്ചുണ്ടാക്കിയില്ലേ എന്നൊരു ചോദ്യം അല്ലേ? അതും വേണം നമ്മൾ ചെയ്യാം. പക്ഷേ ഇന്നത്തെ ദിവസം എന്തൊരു റാഹത്ത! വെച്ചുണ്ടാക്കണ്ട, വിളമ്പണ്ട, പാത്രം കഴുകണ്ട, അവിടെ നിൽക്കുക, ഭക്ഷണം കഴിക്കുക, തീ പോരുക. ആരെടുത്തേക്കണേ? ആണുങ്ങൾ. ആരോട് പറയണ്ട, ഇന്ന് ആണുങ്ങളെല്ലാം എടുത്തുവെച്ചേ. അതെ. അപ്പോൾ വനിതാ ശാക്തീകരണമായിട്ട് നമ്മളിങ്ങനെ മുന്നേറി വന്നിക്കന്ന്. ഇന്ന് നമുക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സെഷൻ തന്നപ്പോൾ കണ്ടോ, ഈ കൂടി നിൽക്കുന്ന പെണ്ണുങ്ങളെല്ലാവരും എന്തൊരു ഉഷാറോടെ, എന്തൊരു ഊർജത്തോടെയാണ് നിൽക്കുന്നത് നോക്കിക്കേ. ഇപ്പോൾ വനിത എന്ന് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. എന്താ ഈ വനിതൻ്റെ അർത്ഥം? എന്താ വനിതൻ്റെ അർത്ഥം അറിയോ? ആരെങ്കിലും അറിയുന്നവരുണ്ടോ? വനിത എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് എന്നറിയോ? വനിത എന്ന് പറഞ്ഞാലേ സ്നേഹമുള്ളവൾ എന്നാ. നമുക്ക് നല്ല സ്നേഹമാണ് അത്രേ. ആണോ? ഉറപ്പാണല്ലോ അല്ലേ? ആണെന്ന്. ശരിയാണ്. നമുക്കാണ് സ്നേഹം കൂടുതൽ ആണുങ്ങളെക്കാളൊക്കെ. എല്ലാവരിനേക്കാളും വനിതകൾക്കാണ് സ്നേഹം കൂടുതൽ. അങ്ങനെയാണ് മലയാളം പറഞ്ഞത്. എന്നാ ഇംഗ്ലീഷ് എന്താ പറയുന്നത് വനിതകൾക്ക്? എന്താ ഇംഗ്ലീഷിൽ പേര്? വുമൺ. വെരി ഗുഡ്. വുമൺ. എല്ലാവർക്കും അറിയാം വുമൺ. അതിൻ്റെ അർത്ഥം എന്താ? വുമൺ എന്ന് പറഞ്ഞാൽ വൺ ഹു ഹാസ് ഇൻ്റലിജൻസ്. ബുദ്ധിയുള്ളവളാണ് അത്ര നമ്മൾ. പിന്നെ എന്തൊക്കെയോ പറയലുണ്ട്, പെൺബുദ്ധി പിൻബുദ്ധി. അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കണ്ട കേട്ടോ. നമ്മൾ ബുദ്ധിയുള്ളവളാന്ന് ഇംഗ്ലീഷുകാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞാണ്. എന്നാൽ അറബി എന്താ പറഞ്ഞേ? അറബി ഭാഷ എന്താ പറഞ്ഞേ? അറബി ഭാഷ എന്താ പറഞ്ഞേ പെണ്ണുങ്ങൾക്ക്? അൽ നിസാ അല്ലേ? അൽ നിസാ. നിസാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോല ഹൃദയമുള്ളവൾ എന്നാണ്. നമ്മൾ ലോല ഹൃദയമുള്ളവരാണത്രേ. ആണോ? നിങ്ങൾ സ്വീകരിക്കോ? ആണ്. എത്രയൊക്കെ കടിച്ചു പിടിച്ച് നിന്നാലും ഒരിത്തിരി ഉണ്ടായാൽ മതി പാട്ടാടാൻ അല്ലേ? ആരോട് കച്ചറുണ്ടാക്കിയാലും ചെറിയ കുട്ടികളായെന്നേ നമ്മൾ അങ്ങനെ തന്നെ. ആങ്ങളാരോട് അങ്ങോട്ട് പോയി തോണ്ടും അല്ലേ? എന്നിട്ട് ഇങ്ങോട്ട് അടിയും കിട്ടും, എന്നിട്ട് നമ്മൾ ആർക്കും. അപ്പോൾ ലോല ഹൃദയമുള്ളവരാണ്. എന്നാൽ സൈക്കോളജി എന്താ പറയണതെന്നറിയോ? മനഃശാസ്ത്രം എന്താ പറയണതെന്നറിയോ? മനഃശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയോ? മൾട്ടി
ടാസ്ക് ചെയ്യാൻ കഴിവുള്ളവരാണ് അത്ര നമ്മൾ. മൾട്ടി ടാസ്ക് ചെയ്യാൻ കഴിവുള്ളവരാണ്. എന്താ മൾട്ടി ടാസ്ക് ചെയ്യാൻ കഴിവുള്ളവരാന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒത്തിരി പണികൾ നമുക്ക് എടുക്കാൻ കഴിയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഒരേ സമയത്ത് ഒന്നിലധികം പണികൾ നമ്മൾ എടുക്കുന്നുണ്ട് എന്ന്. ശരിയല്ലേ? വളരെ കറക്റ്റാണ്. രാവിലെ നേരം വെളുത്താൽ നമ്മൾ ഓടാണ്. തഹജ്ജുദ് സുബ്ഹ് നിസ്കരിച്ച് ദുആ ചെയ്യാൻ നമുക്ക് സമയമല്ല. നമ്മൾ ഓടാണ്. എന്തിനു വേണ്ടിയിട്ട്? രാവിലത്തെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കണം. 7 മണിക്ക് പോകുന്ന ആക്ക് റെഡിയാക്കണം, 8 മണിക്ക് പോകുന്ന ആക്ക് റെഡിയാക്കണം. അതും വ്യത്യസ്ത പലഹാരങ്ങളോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റുകളോ നമ്മൾ റെഡിയാക്കണം. ഇതിനു വേണ്ടി ഓടാണ്. ജോലിക്ക് പോകുന്നവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഈ ഒരു അവസ്ഥ. വീട്ടുകാർക്കും അറിയാൻ പറ്റും. മക്കളെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരാൾക്ക് കോഴിമുട്ടയാണെങ്കിൽ ഒരാൾക്ക് ബീഫ്, ഒരാൾക്ക് ചിക്കന്, ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ നമ്മൾ ഉണ്ടാക്കണം. വേണ്ടേ? വേണം. അപ്പോഴായിരിക്കും നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും. ദോശ ഉണ്ടാക്കാൻ വേണ്ടി ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഉണ്ടാവും ആരെങ്കിലും ഒന്ന് വിളിക്കുമ്പോൾ അത് ഫോൺ നമ്മളിങ്ങനെ എടുക്കണം. ഒപ്പം കുക്കർ കൂക്കണം, നോക്കണം. ദോശ പരത്തണം. അപ്പം ഉണ്ടാവും കുട്ടി വന്നാട് ഉമ്മ ഇന്നലെ ഹോംവർക്ക് ഉണ്ടായിനി. രാവിലെ പറയുന്നു കേട്ടോ, ഹോംവർക്ക് ഉണ്ടായിനി. അപ്പം നമ്മളെന്താ പറയാ? എന്നോടല്ലാടാ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞത് രാത്രി എന്നെ നോക്കി വെക്കണമെന്ന്. ഈ ടൈം ടേബിൾ നോക്കി വെച്ചില്ലേ? ഹോംവർക്ക് നടന്നൂടുന്ന ആ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ഡൈനിങ് ആൾക്ക് അവിടുന്ന് വായിച്ചൂടെ, ഞാൻ കേൾക്കട്ടെ എന്ന് പറയും. അവിടെ ആരുണ്ടാവും? അവിടെ നമ്മളെ പിയാപ്പിളാർ ഇരിക്കുന്നുണ്ടാവും. ഓർക്ക് ചിലപ്പോൾ പോകാനായിട്ടുണ്ടാവില്ല. അപ്പോൾ ഓല് പത്രം വായിക്കായിരിക്കും. കുട്ടി അവിടുന്ന് ഉറക്കെ വായിക്കുന്നുണ്ടാവും. നമ്മളിവിടെ ഫോണിൽ സംസാരിക്കുന്നുണ്ടാവും. ബാക്കി കാര്യങ്ങൾ മോൻ വന്ന് ടിഫിൻ ബോക്സ് ചോദിക്കുന്നുണ്ടാവും. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി 2-3 പ്രാവശ്യം തെറ്റ് വായിക്കുമ്പോൾ അതാര് കേട്ടിട്ടുണ്ടാവില്ല? ഹസ്ബൻഡുമാർ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ അതും കൂടി കേട്ടിട്ടുണ്ടാവും. നമ്മൾ തിരുത്തി ഇവിടുന്ന് വായിച്ചു കൊടുക്കും. പക്ഷേ അവനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വീണ്ടും നമ്മൾ വായിച്ചു കൊടുക്കും. അതും അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. തെറ്റെന്നെ വായിക്കുമ്പോൾ നമ്മളെ ഭാവമൊക്കെ അങ്ങോട്ട് മാറും. എന്നിട്ട് നമ്മളുണ്ട് ദോശ ചുടണ ചട്ടകം കൊണ്ട് ഒരു പോക്ക് പോവാൻ. എന്നോടല്ലടാ പറഞ്ഞ ഇതല്ല ഇതിൻ്റെ ഉത്തരം എന്നുള്ളത്. എന്നിട്ട് അതിനൊന്ന് കൊടുക്കും. പാവം, അത് ചിലപ്പോൾ നമ്മൾ വിളിച്ചറിഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് ആരോടെ നമുക്ക് ദേഷ്യം എന്നറിയോ? അതിൻ്റെ തൊട്ടടുത്ത് ഒരാൾ ഇരിക്കണുണ്ടാവും. അയാൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ അയാൾ കേൾക്കുവോ? ഇല്ല. എന്താ കാരണം? അയറ്റങ്ങളെ കുറ്റം പറയാൻ പാടില്ല. ഓർക്ക് മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള കഴിവില്ല. അത് വിചാരിച്ചാൽ മതി. പിന്നെ നമ്മൾ ആരോടായി ദേഷ്യപ്പെടണമെന്നറിയോ? ഇവരോടുള്ള ദേഷ്യം ആരോട് തീർത്തേ? കുട്ടിനോട് തീർത്തേ. അമ്മക്ക മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള കഴിവ്. പക്ഷെ നമ്മൾ തരാം, അത് ആലോചിച്ചില്ലല്ലേ? ഒരു പത്രം വായിക്കല്ലേ? ഓർക്ക് പത്രം വായിക്കാനുള്ള കഴിവേ ഉള്ളൂ. മനസ്സിലായോ? ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഫോൺ നോക്കാനുള്ള കഴിവേ ഉള്ളൂ. നമ്മക്കകത്ത് 4-5 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നമ്മളാണ് അവിടെ നിയന്ത്രിക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മളല്ല നിയന്ത്രിച്ചത്. നമ്മൾ ദേഷ്യം പിടിച്ചില്ലേ? ഓരോടും ദേഷ്യം പിടിച്ചൊരു നോട്ടാ ചിലപ്പോൾ നമുക്ക് അടിച്ചങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യൂ? ഒരു നോട്ടം നോക്കും എന്നും പറഞ്ഞിട്ട് കുട്ടീനെ വീണ്ടും അടിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ മാപ്പിളാർ തന്നെ, നമ്മളെ കുട്ടികൾ തന്നെ അല്ലേ? എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും നമുക്ക് ഓരോട് വല്ലാത്ത ഇഷ്ടം, വല്ലാത്ത സ്നേഹ. എന്താ അതിൻ്റെ കാരണം? നമ്മളെ കുടുംബത്തിൻ്റെ കണ്ണികളാണ്. ഉപ്പിന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ചങ്ങലയിലെ കണ്ണികളാണ്. സ്നേഹത്തോടെയുള്ള 2 കണ്ണികളാണ്. ഇവർ 2 പേരും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവുള്ളൂ. ഓൺലൈനിൽ നിന്ന് കിട്ടുന്നതാണോ 1 കിലോ സ്വസ്ഥത, 1 കിലോ സമാധാനം? ലുലു മാളിൽ പോയാൽ കിട്ടോ? ഹൈലൈറ്റ് പോയാൽ കിട്ടോ? ഇല്ല. അത് നമുക്ക് ഉമ്മൻ്റെയും ഉപ്പൻ്റെയും അടുത്തുനിന്ന് എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിനെ പോയി കണ്ട് ഇഷ്ടമായി ഒക്കെ കൊണ്ടുവന്നതാ. അവരുടെ അടുത്തുനിന്ന് രൂപീകരിച്ചുണ്ടായതാണ് ബാക്കി മക്കളും കൂടുള്ളവരും എല്ലാവരും. ഇങ്ങനെ തന്നെ അല്ലേ എല്ലാ വീട്ടിലും ഉണ്ടാവുക? ഉമ്മനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട് അതല്ലേ? ഉമ്മമാരെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പാട്ടുകളും ഉണ്ട് ഉമ്മമാരെ കുറിച്ച് പറയുമ്പോൾ അല്ലേ? താരാട്ട്
പാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. പഠിക്കോ? കൂടെ പഠിക്കോ? കാരണം ഒരു നമ്മളെ പാടാൻ സമ്മതിച്ചില്ല. ഈ ചാൻസ് ഉപയോഗിച്ചോ? താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ല അതിനോളം ഉലകിൽ ഒരു നന്മ. കനീവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. ഉമ്മനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്ത്? അതുപോലെ തന്നെ ഉപ്പയെക്കുറിച്ച് നമുക്ക് പറയാനില്ലേ? ഇഷ്ടം പോലെ പറയാനില്ലേ? ഉപ്പയെക്കുറിച്ച് ഒരു പാട്ട് ആരെങ്കിലും പാടുമോ? ആർക്കെങ്കിലും പാടാൻ അറിയോ? നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സമയം അതിനായിട്ട് തരാണ്. അറിയില്ലേ? എൻ്റെ ഉപ്പ കൊണ്ട് വെയിലാണ് ഞാൻ കൊള്ളും തണല്, എൻ്റെ ഉപ്പ കൊണ്ട് മഴയാണ് ഞാൻ കൊള്ളും കുളിര്, നേരിലോതി തന്നൊരു ഇരാണെന്നുപ്പ, നേർവഴിക്ക് കൈപിടിച്ച് വഴി കാട്ടിയുപ്പ. എൻ്റെ ഉപ്പ കൊണ്ട് വെയിലാണ് ഞാൻ കൊള്ളും തണല്, എൻ്റെ ഉപ്പ കൊണ്ട് മഴയാണ് ഞാൻ കൊള്ളും കുളിര്. സത്യല്ലേ? ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിനാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, BEd ചെയ്തു, MSc മാത്തമാറ്റിക്സ് എടുത്തു, ശേഷം സൈക്കോളജി ചെയ്തു, NLP ചെയ്തു, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. അതിനുശേഷമാണ് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളുണ്ട്, അവരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടി എടുത്തു. അൽഹംദുലില്ലാ, ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ എടുത്തേ. അപ്പോൾ നമ്മുടെ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ഭർത്താക്കന്മാരുടെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ. ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സന്തോഷിക്കുവാനും നിങ്ങളെ ഞാൻ ഇണയായി നൽകുന്നു. ഉമ്മയെയും ഉപ്പയെയും കുറിച്ച്, ദമ്പതിമാരെ കുറിച്ച്, ഭാര്യയെയും ഭർത്താവിനെയും കുറിച്ച് പറഞ്ഞതാ. എന്നിട്ടോ ഈ സമാധാനം സ്വസ്ഥതൻ്റെ ഒരു കണ്ണി നഷ്ടപ്പെട്ട PMA ഗഫൂർ സാറ് പറഞ്ഞു വിടുന്നത്, എനിക്കൊരുപാട് ഇൻസ്പിറേഷൻ തന്ന വ്യക്തി, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അവർ പറഞ്ഞു, ഒരു കണ്ണി നഷ്ടപ്പെട്ട പിന്നെ എന്തിനെങ്കിലും പറ്റുമോ? ഇല്ല. അപ്പം നമ്മളാണ് സൂക്ഷിക്കേണ്ടത്, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവുക? 3 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 3 കാര്യങ്ങൾ. 1 ശാരീരിക ബന്ധം, 1 മാനസിക ബന്ധം, 1 ആത്മബന്ധം. ഈ 3 ബന്ധത്തെയും കുറിച്ച് ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. 1 ശാരീരിക ബന്ധം. ശാരീരിക ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ചിലരുടെ മുഖമൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ശാരീരിക ബന്ധം എന്ന് പറയുന്നത് നമ്മളുടെ ഫാമിലിയിൽ സ്പർശിക്കേണ്ടവരുണ്ട്, തൊടേണ്ടവരുണ്ട്. ഇസ്ലാം എന്താ പറഞ്ഞത്? ഉപ്പനെ തൊടാം, ഒരു പെണ്ണിന് ഉപ്പനെ തൊടാം. പിന്നെയോ അവരുടെ ഉമ്മനെ തൊടാം. പിന്നെയോ അവരുടെ മക്കളെ തൊടാം, അവരുടെ ഭാര്യയെ തൊടാം. പിന്നെ ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ? വളരെ കുറവാണ്. പെണ്ണുങ്ങൾക്കാണെങ്കിലോ, പെണ്ണുങ്ങൾക്ക് ഉപ്പനെ തൊടാം, ഭർത്താവിനെ തൊടാം, മക്കളെ തൊടാം. പിന്നെയോ കണ്ടോ, വളരെ കുറച്ച് പേരെ ഇസ്ലാം തൊടാൻ വേണ്ടിയിട്ട് അനുവാദം തന്നിട്ടുള്ളൂ. പക്ഷെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ? ഉമ്മനെ തൊടാൻ സമയല്ല, സലാം പറയാൻ സമയല്ല, ഉമ്മക്കൊന്ന് ഉമ്മ കൊടുക്കാൻ സമയല്ല, സ്പർശിക്കേണ്ടവരെ സ്പർശിക്കാൻ
സമയമല്ല. നമ്മൾ അങ്ങോട്ട് സമയം കണ്ടെത്തുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? സ്പർശിക്കാൻ പാടില്ലാത്തവരെ പോയിട്ട് കുട്ടി തൊടും. കുട്ടിയെ തൊട്ട് സലാം പറഞ്ഞ് ഉമ്മ വെച്ച് സ്കൂളിൽ പറഞ്ഞയക്കുക. എന്നാ കുട്ടി വേറെ ആരോടും ഉമ്മ വെക്കാനോ സലാം പറയാനോ പോവില്ല, ഉറപ്പാണ്. കാരണം എന്താണെന്നറിയോ? പേടിയുണ്ടാവും, ഓർമ്മയുണ്ടാവും. കുട്ടിയുടെ മുഖത്ത് ആ ഉമ്മ കിട്ടിയ ഒരു ഓർമ്മ, എൻ്റെ ഉമ്മ തന്ന ഉമ്മയാണ്, ഞാൻ ചീത്തയാവാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ കുട്ടികൾ മറ്റുള്ളവരെ തൊടാൻ വേണ്ടി പോകും. ഒരു കഥ പറയാം. കഥയിൽ ഒരു ഉമ്മയും ഉപ്പയും 4 മക്കളും ഉണ്ട്. കഥ ഇഷ്ടമല്ല എല്ലാവർക്കും, ഏത് പ്രായത്തിലും കേൾക്കാൻ. ഈ 4 മക്കളിൽ 3 ആൾക്കാർ നന്നായിട്ട് പഠിക്കുന്നവരായിരുന്നു. ഒരു മോളും 2 ആൺകുട്ടികളും നന്നായിട്ട് പഠിക്കുന്നവരാ. ഒരു മോൻ അങ്ങനെ പഠിക്കൊന്നുമില്ല, പഠനത്തിൽ പിറകോട്ടാ. അപ്പോൾ പഠിക്കുന്നവർ ഓരോരുത്തരായി, ഓരോരുത്തർക്കും റൂമുകളൊക്കെ ആയി. ഉപ്പ അധ്വാനിച്ച് ക്യാഷ് ഉണ്ടാക്കി വലിയ വീട് വെച്ചു. ആ വീട്ടിലെല്ലാവർക്കും റൂം കൊടുത്തു. കുട്ടികൾ വലുതാവുന്നു, കുട്ടികൾ കല്യാണം കഴിക്കുന്നു. വലിയ മോൻ കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യയെയും കൊണ്ട് അവൻ ഖത്തറിലേക്ക് പോയി. രണ്ടാമത്തെ ആൾ കല്യാണം കഴിച്ചു, അവൻ്റെ ഭാര്യയെയും കൊണ്ട് അവന് ദുബായിൽ പോയി. 3ാമത് മോളാണ്, മോളെയും കല്യാണം കഴിച്ചു പറഞ്ഞയച്ചു. അവളെ ഭർത്താവ് അവളെയും കൊണ്ടുപോയി. 4ാമത്തവൻ പഠിക്കാൻ കുറച്ച് ബാക്കോട്ടായിരുന്നു. അപ്പം അവൻ എന്ത് ചെയ്തെന്നറിയോ? ബിസിനസ് തുടങ്ങി ഹൈദരാബാദിൽ. അവിടെ പോയി ബിസിനസ്സിലൊക്കെ നല്ല സാമ്പത്തികം നേടി. അവൻ നല്ല അവിടെ സെറ്റായി. അവനും കല്യാണം കഴിച്ചു, വൈഫിനും കൊണ്ട് അവനും പോയി. ഈ 4 റൂമുള്ള അല്ലെങ്കിൽ 5 റൂമുള്ള ഈ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഒറ്റക്കായ ദിവസങ്ങൾ, നിമിഷങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ 4 മക്കളുണ്ടായിട്ടും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും രാത്രി വീഡിയോ കോൾ. ഉപ്പമ്മ ബൈ ബൈ, ഗുഡ് നൈറ്റ്. പേരമക്കൾ പറയാ ഉമ്മമ്മ അസ്സലാമു അലൈക്കും. കുറച്ചു നേരം മാത്രം സംസാരിക്കുന്ന മക്കള്, പേരമക്കള്. മക്കൾക്ക് സമയമല്ല. അങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് ഇതെല്ലാം തേച്ചു വെടിപ്പാക്കി വൃത്തിയാക്കി ഇടുന്ന ഒരു പെണ്ണും. ഒരു ദിവസം രാത്രി ഉപ്പ പെട്ടെന്ന് എണീറ്റപ്പോൾ തലമിന്നിയിട്ട് വീഴാണ്. ഈ പ്രായം ചെന്ന 60ഉം 65ഉം 62ഉം വയസ്സുള്ള ഈ ഉമ്മ ഈ ഉപ്പ എന്ത് ചെയ്യാനാ? ഇവര് വലിച്ചഴിച്ച് ഇതേപോലെ എങ്ങനെയൊക്കെയോ ബെഡിൽ കിടത്തി. അപ്പം അവർ പറഞ്ഞു നല്ല വേദനിക്കുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ആരെങ്കിലും ഒന്ന് വിളിക്ക്, ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നല്ലോ, നേരം വെളുക്കട്ടെ, ഇപ്പം എവിടെ പോവാനാ, എങ്കിലും നീ വിളിക്കുക, എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല. അവർ വിളിക്കുകയാണ്. നേരം വെളുത്തപ്പോഴേക്കിനും അവർ വിളിച്ചു. അവരുടെ മക്കളെയല്ല, പകരം വേറെ ഏതോ ഉമ്മമാരുടെ മക്കളെ 2ഉം 3ഉം 4ഉം അപ്പുറത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ അവർ വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിറ്റേന്ന് വിവരം പറഞ്ഞപ്പോൾ ഖത്തറിലുള്ളവൻ ചീത്ത പറയുന്നു, എന്തിനാ നിങ്ങൾ അങ്ങനെ നേരത്തെ എണീറ്റത്, പെട്ടെന്ന് എണീറ്റ എന്തിനാ, ഓടിച്ചാടി ബാത്റൂമിൽ പോയത് എന്തിനാ, ഇങ്ങനെ ഓരോരുത്തരുടെയും വാക്കുകൾ. എന്നാൽ ചെറിയ മോനിപ്പോൾ ചോദിച്ചപ്പോൾ ചെറിയ മോൻ എന്ത് പറഞ്ഞു എന്നറിയോ? അപ്പം തന്നെ അവരുടെ മക്കളെ എല്ലാം സ്കൂളിൽ നിന്നും ലീവ് വാങ്ങിച്ചിട്ട് അവര് വീട്ടിലേക്ക് വരികയാണ്. അവർ വന്നിട്ട് ഉപ്പനെ ഒന്ന് കണ്ട് പ്ലാസ്റ്റർ ഇട്ട കാലുകളൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് അപ്പുറത്തെ കാല് തൊട്ടപ്പോൾ ഉപ്പ അറിഞ്ഞു മോൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. മോൻ ചോദിച്ചു ഉപ്പാനോട്, ഉപ്പാ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ, നല്ല വേദന ഉണ്ടോ ഉപ്പാ? അപ്പം ഉപ്പ പറഞ്ഞു, ഉണ്ടായിരുന്നു മോനെ, ഇപ്പം ഇല്ല. ഇതാണ് ഒരു മകൻ ഉപ്പക്ക് കൊടുക്കുന്ന ശാരീരിക ബന്ധം എന്ന് പറഞ്ഞത്. ശാരീരിക ബന്ധം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെയുള്ള സ്നേഹബന്ധത്തെയാണ്, ഉത്തരവാദിത്വമുള്ള ബന്ധമാണ്. ഉപ്പ മക്കളെ, ഉമ്മ മക്കളെ, ഉമ്മ മരുമക്കളെ, ഉമ്മ മരുമക്കളെ, അതും കൂടെ അതിലുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. കാരണം ഉമ്മ മക്കളെ സ്നേഹിച്ചാലേ ഉമ്മക്ക് മരുമക്കളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. മക്കളെ സ്നേഹിക്കാത്തവർക്ക് മരുമക്കളെ മാനസികപരമായിട്ട് അടുത്ത് സ്നേഹിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ബന്ധമാണ് മാനസിക ബന്ധം.
ഈ മാനസിക ബന്ധം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം എന്നൊക്കെയാണ് അല്ലേ? PM ഗഫൂർ സാറ് പറഞ്ഞു, അതിലേക്ക് ഞാൻ പോണില്ല. മാനസിക ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? ശാരീരിക ബന്ധം കഴിഞ്ഞല്ലോ. മാനസിക ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. ഉപ്പയും മക്കളും തമ്മിൽ, മനസ്സുകൾ തമ്മിൽ നല്ല ബന്ധമുണ്ട്. അവരടുത്ത് നമ്മൾ പറയേണ്ടത് പറയണം. മിനിഞ്ഞാന്നല്ല, അതിൻ്റെ തലേ ദിവസം എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിന് ഒരു കുട്ടീനെ കൊണ്ടുവന്നു. അപ്പോൾ പേരൻ്റ് പറയാണ്, ഞാനിങ്ങനെ ഫസ്റ്റ് സിറ്റിംഗ് ആണ്, ഞാനിങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ എന്താ കുട്ടിയുടെ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പേരൻ്റ് പറയാണ്, മാഡം ഇവരുണ്ടല്ലോ, എനിക്ക് കുട്ടീനെ ദേഷ്യമായി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കുട്ടി തന്നെയാണ്, എൻ്റെ മൂത്ത കുട്ടിയാണ്, എനിക്ക് ദേഷ്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനങ്ങനെ ദേഷ്യപ്പെടുന്ന കുട്ടീനോട്? എനിക്കെന്നെ അറിയണില്ല, എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റണില്ല. എന്തെങ്കിലും കുട്ടീനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ്, എഴുതണില്ല, വായിക്കണില്ല, പഠിക്കണില്ല, കുറേ പരാതികളാണ് ഉമ്മ എൻ്റെ മുന്നിൽ നിരത്തി വെച്ചത്. പിന്നെന്താ നിങ്ങൾക്ക്? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? ഇവളുണ്ടല്ലോ, ലവ് എന്ന് കേൾക്കുമ്പോൾ ഒരു ചിരിയാണ്. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ. ലവ് എന്ന് കേൾക്കുമ്പോൾ ഇവൾക്ക് ഒരു ചിരിയാണ്. ഒരു കംപ്ലൈൻറ്റ് ഒരു ഉമ്മ പറഞ്ഞതാ. കംപ്ലൈൻ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മനോട് ഞാനൊക്കെ അങ്ങോട്ട് കേട്ട്, മൂളി കേൾക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടാണല്ലോ ഒരിൻ്റെ അടുത്ത് എത്തുന്നത്, ഞാനിങ്ങനെ കേൾക്കുമല്ലോ, അതിനാണല്ലോ ഞാനിരിക്കുന്നത്. അപ്പോൾ കുട്ടീനെ അങ്ങോട്ട് വിളിച്ച് ഞാൻ പറഞ്ഞേ, കുറേ നേരം കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ച്, സ്കൂളിലെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അപ്പോൾ കുട്ടി പുതിയ അഡ്മിഷൻ എടുത്തതാ, 5ാം ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് വന്നതാ. 4 വരെ വേറെ സ്കൂളിലായിരുന്നു. അപ്പോൾ ആ സ്കൂൾ LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. അപ്പോൾ 4 വരെയുള്ള കുട്ടികൾ ഈ 5ാം ക്ലാസ്സിലുണ്ട്. അപ്പോൾ കുട്ടി സ്കൂളിലേക്ക് 5ൽ പുതിയ അഡ്മിഷൻ എടുത്തതുകൊണ്ട് കുട്ടിക്ക് കൂട്ടുകാരാരുമില്ല. അവിടെ പഴയ കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, 2 ഡെസ്കും കൂടെ കൂട്ടിയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കും. ഇവളെ ഒറ്റപ്പെടും, ഇവളെ കൂട്ടുന്നില്ല. അപ്പം സ്കൂളിൽ കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്, ഉച്ചക്ക് കുട്ടി ഉറങ്ങും, വീട്ടിലെത്തിയാൽ പിന്നെ കുട്ടി ആകെ ജഗ പോകുകയാണ്, ഒരു പറഞ്ഞാലൊന്നും കേൾക്കൂല. കുട്ടിൻ്റെ ദേഷ്യം മുഴുവനും ഉമ്മനോട് കുട്ടി തീർക്കാണ്. ഞാൻ പറഞ്ഞു കുട്ടീനോട്, ലവ് എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റെ ഉമ്മനോടുള്ളതാണ് ലവ്, നിനക്ക് നിൻ്റെ ഉപ്പനോടുള്ളതാണ് ലവ്. കുട്ടിക്ക് ഒരു പ്രശ്നമില്ല, കുട്ടിക്ക് മനസ്സിലായി. ഇതാദ്യം തന്നെ അമ്മക്ക് പറഞ്ഞു കൊടുത്താൽ പോരേനോ? ലവ് എന്ന് പറയുമ്പോക്കിന് ഉമ്മ ചിരിക്കാൻ നിൽക്കണമായിരുന്നോ? ആവശ്യമില്ല. നമ്മളാണ് നമ്മളെ കുട്ടിനോട് എന്ത് പറയണ്ടേ? ഐ ലവ് യു നമ്മൾ പറയണം. ഇല്ലെങ്കിൽ ആര് പറയും? റോട്ടുമേ കാത്തു നിൽക്കണോ പറയും. അല്ലെങ്കിൽ കുട്ടി ഇൻസ്റ്റഗ്രാം പറയും, ഐ ലവ് യു മുത്തേ അങ്ങോട്ട് പോരുന്ന് പറയൂലേ? ഞങ്ങളെ നാട്ടിൽ ഇപ്പം ഇവിടെ അടുത്തൊരു പെണ്ണ്, 3 മക്കളുള്ള ഒരു പെണ്ണ് 4 മക്കളുള്ള ഒരുത്തൻ്റെ കൂടെ പോയി. എന്താണെന്നറിയോ പ്രശ്നം? ഓളോയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഓക്കെ എന്താ പ്രശ്നം എന്നറിയോ? ഓളോ ഗൾഫിൽ നിന്ന് ഓളോ ഹസ്ബൻഡ് വന്നിട്ടുള്ളൂ. പോയിട്ട് 4ാമത്തെ ദിവസമാണ് ഇവൾ ഇവൻ്റെ കൂടെ പോണത്. പ്രശ്നം എന്താണെന്നറിയോ? ഓൻ ബീച്ചിക്ക് കൊണ്ടുപോയില്ലേലോ. ബീച്ചിക്ക് ഓൻ ഗൾഫിൽ നിന്ന് വന്നപ്പം കൊണ്ടുപോയില്ലാന്ന്. എൻ്റെ നാട്ടിലുള്ള സംഭവമാണ് ഞാൻ പറയണത് കേട്ടോ, ഉള്ളതാ പറയണത്. ബീച്ചിക്ക് കൊണ്ടുപോയില്ലാന്ന്. അപ്പോൾ ഓനുമായിട്ട് സംസാരിച്ച് നോക്കിയപ്പോഴേ ഓൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ അങ്ങോട്ട് എടുത്തെന്ന് ഓളെ ബീച്ചിക്ക് കൊണ്ടുപോയ തെളിവ്. ആണുങ്ങൾ പൊതുവെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫാമിലി ഫോട്ടോസ് ഇടാൻ മടിയുള്ളവളാണ്. പക്ഷേ അയാൾ അതുവരെ എനിക്ക് കാണിച്ചു തന്നു. എന്നാലോചിച്ച് നോക്കണം, മാനസിക ബന്ധത്തിൻ്റെ പോക്കാണ് ആ പോയത്. അപ്പോൾ നമ്മൾ പറയേണ്ട ഐ ലവ് യു നമ്മൾ മക്കളോടും നമ്മളെ ഭർത്താവിനോടും നമ്മൾ പറയണം. ഇല്ലെങ്കിൽ ഭർത്താവ് ഐ ലവ് യു തേടി പോവും. നല്ല ചായ കൊടുക്കണം, ഇല്ലെങ്കിൽ നല്ല ചായ കിട്ടുന്നോട് തോല് പോവും. പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് ഈ മാനസിക ബന്ധം ഉയർത്തേണ്ട ആൾക്കാർ, സ്ട്രോങ് ആക്കേണ്ട ആൾക്കാർ. ഈ മാനസിക ബന്ധം പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു സ്റ്റോറി ഓർമ്മ വന്ന്. സ്റ്റോറി അല്ല കേട്ടോ, ഞാൻ എൻ്റെ മുന്നിൽ ഞാൻ ഫീൽ ചെയ്തൊരു സംഗതിയാണ്. ഉപ്പയും ഒരു മോനും തമ്മിലുള്ള ഒരു സംഗതി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാ, ഞാൻ പഠിപ്പിക്കുന്ന മോനാ. അപ്പം സ്കൂളിൽ കുറച്ചൊരു സ്ട്രിക്റ്റാ. എന്തിലെന്നറിയോ? മുടിയൊക്കെ വെട്ടുന്നതിലൊക്കെ. അപ്പം ഇവൻ്റെ മുടി ഇങ്ങനെയൊക്കെ ഓനാക്കണം, അതാണ് ഓൻ്റെ ഇഷ്ടം. ഈ വിരലുകൾ ഇങ്ങനെ തലോടണം, ഓനതാണ് ഇഷ്ടം. അപ്പോൾ ഈ പ്രിൻസിപ്പൾ പറഞ്ഞു,
ഇങ്ങനെ മുടി വന്ന് നിങ്ങൾ കണ്ടില്ലേ മിസ്സേ എന്ന് ചോദിച്ചിനോട്. എൻ്റെ അഭിപ്രായത്തിലോ തൊപ്പിടുന്നോൻ ആ തൊപ്പിൻ്റെ ഉള്ളിലവിടെ നിന്നോട്ടെ, ഞാൻ എന്തിനാ അത് പറയേണ്ട ആവശ്യം എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അവൻ്റെ വീട്ടുകാരത് കാണുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോട്ടെ, നമ്മൾ എന്തിനാ അതിനെ ക്രോസ് ചെയ്യാൻ പോണതെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ, ഈ തൊപ്പി ഒന്ന് നേരിട്ടാൾ, ആ പ്രിൻസിപ്പളൊക്കെ ഇപ്പോൾ വരും. അപ്പോൾ ഓന് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, തൊപ്പി എടുത്തിട്ട് കീശയിലിട്ടു. ഞാനൊന്നും പറയാൻ പോയില്ല. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു അവനോട് നാളെ വെട്ടിയിട്ട് തന്നെ വരാൻ വേണ്ടി പറഞ്ഞാൽ മതി. ഞാൻ കുടുങ്ങി ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ പിറ്റേ ദിവസം അവൻ വന്നു, പാരൻസ് വന്നില്ല. പാരൻസ് വന്നിട്ട് കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ക്ലാസ്സിൽ അവൻ കയറി, ഞാൻ അറ്റൻഡൻസ് എടുത്തു. എന്നോട് പ്രിൻസിപ്പൾ വന്നിട്ട് നിങ്ങളോടല്ലേ ഞാൻ കയറ്റുണ്ടാ പറഞ്ഞു കുട്ടീനെ. ഞാൻ പറഞ്ഞു അവൻ കയറിയിരുന്നു, ക്ലാസ് തുടങ്ങാനായി, വെറുതെ ക്ലാസ് മിസ്സാക്കണ്ടല്ലോ, അവൻ പഠിക്കുന്ന കുട്ടിയാണെങ്കിലോ അവൻ അവിടെ നിന്ന് പഠിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ സാറടുത്ത് ബഹുമാനത്തോടു കൂടി വിനയത്തോടു കൂടിയൊക്കെ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അത് പറ്റില്ല, പാരൻറ്റിനെ വിളിക്കണം, പാരൻറ്റ് വന്നോട്ടെ. അപ്പം ഞാനിങ്ങനെ ഇവനിവിടെ സ്റ്റാഫ് റൂമിൽ നിൽക്കുന്നുണ്ട്, പ്രിൻസിപ്പൾ ബാക്കിലുണ്ട്, ഞാനിവിടെ ഉണ്ട്. അവനൊരു പാവം കുറ്റക്കാരനെ പോലെ ഇങ്ങനെ പാവമായി നിൽക്കുന്നുണ്ട്. അവൻ്റെ മുടി ഒന്ന് പാളിപ്പോയിട്ടുണ്ട്, അതാണ് പ്രശ്നം. ഉപ്പ വരികയാണ്, അവനാണ് വലിയ മോന്, ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് ഉപ്പ വരികയാണ്. ചെറിയൊരു കുഞ്ഞൊരു കുറച്ചൊന്ന് വയറ് ചാടിയിട്ടുണ്ടാക്കുക, പക്ഷേ ജെൻറ്റിൽമാൻ ലുക്കാണ്. സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരിക, കയറി വരുന്നോട് തന്നെയാണ് സ്റ്റാഫ് റൂം. അപ്പം കയറി ഇങ്ങോട്ട് വരുമ്പോൾ മോനെ, ഞങ്ങളൊക്കെ ഇവനെ കുറ്റക്കാരനെ പോലെ ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. മോന് ഉപ്പനെ ഒരു പഞ്ചുപ്പൻ്റെ പള്ളക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഉപ്പനോടാ ഞാൻ പറയണ്ടേ കുട്ടി ഇങ്ങനെയാണ്, കുട്ടി അങ്ങനെയാണെന്ന് ഞാൻ ഈ ഉപ്പനോടാ പറയണ്ടേ? കാരണം ഉപ്പ ഗൾഫിൽ നിന്ന് വന്നതാ. ഉപ്പ വിചാരിക്കുന്നത് ഞാൻ വളരെ കുറച്ച് ദിവസമേ കുട്ടിയുടെ കൂടെ ഉള്ളൂ, ഈ കുട്ടീനെ, എൻ്റെ കുട്ടീനെ ഓൻ വിചാരിച്ച മാതിരി നടന്നോട്ടെ. ഓൻ 8ാം ക്ലാസ്സിൽ നിന്ന് ഫോണ് വേണം പറഞ്ഞു, ഫോണ് വാങ്ങിക്കൊടുത്തു. ആയിക്കോട്ടെ, ആർക്കാ പ്രശ്നം? നമുക്ക് പ്രശ്നമൊന്നുമില്ല. ലാപ്ടോപ്പ് വേണം പറഞ്ഞു, ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു, വാങ്ങിക്കോട്ടെ, എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. ഇപ്പോൾ അവനെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾക്കായിട്ട്. ഇവിടെയാണ് മാനസിക ബന്ധം. മാനസിക ബന്ധം ഒപ്പോസ് വരുന്ന രൂപമാണ്. നമ്മളെ ജപ്പാനിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് LKG UKG പഠിപ്പിക്കുന്ന A for ആപ്പിൾ അല്ല, B for ബോൾ അല്ല, പകരം ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച് ആണ്. ഇവിടെ തൊട്ട ഗുഡ് ടച്ച്, ഇവിടെ തൊട്ട ഗുഡ് ടച്ച്, ചെസ്റ്റ് തൊട്ട ബാഡ് ടച്ച്. ഇതാണ് കുട്ടിനെ പഠിപ്പിക്കുന്നത്. അതേപോലെ അമേരിക്കയിലൊക്കെ ട്രാഫിക് നിയമങ്ങൾ LKG UKG ആവുമ്പോഴേക്കിനും പഠിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കും. നമ്മളെ ഉപ്പൻ്റെ സ്കൂട്ടിൻ്റെ മുമ്പിൽ 3ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടീനെ മുന്നിലിരുത്തിയാണ്ട് വിട്ടോടാ, എന്നിട്ട് കുട്ടികൾ വിടുന്ന റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്യും. നമ്മൾ പഠിപ്പിക്കും. A for ആപ്പിളൊക്കെ പഠിച്ച് കുട്ടി ഭുജിയായി വന്നെങ്കിലും ബാഡ് ടച്ചും ഗുഡ് ടച്ചും കുട്ടിക്കറിയില്ല. നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് അതറിയുള്ളൂ. അപ്പോൾ അവിടെ ടച്ചിൻ്റെ പ്രാധാന്യം ഇന്നു മുതൽ, ഇന്നത്തെ കുടുംബ സംഗമം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മളെ മനസ്സിൽ വേണം. ഗുഡ് ടച്ചും ബാഡ് ടച്ചും കുട്ടികളെ പഠിപ്പിക്കന്നെ വേണം. ഇല്ല എങ്കിൽ മക്കൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും അറിയാതെ തൊടുന്നത് നല്ലതാക്കി കണ്ട് കുട്ടികൾ അങ്ങ് പോകും അവരുടെ ബെസ്റ്റിൻ്റെ കൂടെ. അവരുടെ ബെസ്റ്റിൻ്റെ കൂടെ യോയോ ആണിപ്പോൾ. ലോകം മാറി. ആൽഫ മക്കളും ബീറ്റ മക്കളും ആണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. ഇപ്പം പിറന്ന മക്കളുടെ പേരാണ് ബീറ്റ. അതിൻ്റെ തൊട്ട് പിറകെയുള്ള ന്യൂ ജനറേഷനാണ് ആൽഫ. അപ്പം ശ്രദ്ധിക്കുക, ആ മക്കളൊക്കെ തന്നെയും ഈ ഒരു രീതിയിൽ വളർന്നു വരാതിരിക്കാനും നമ്മുടെ മക്കൾ അതിലൊന്നും പെടാതിരിക്കാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. 3ാമത്തെ ബന്ധമാണ് ആത്മബന്ധം. അതാണ് ആത്മബന്ധം. നമ്മളെല്ലാവരും ആത്മബന്ധം എന്താണ് എന്ന് പറഞ്ഞാൽ, നമ്മളില്ലാത്ത സമയത്തും നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മളില്ലാത്ത സമയത്തും നമ്മളെക്കുറിച്ച് ഓർക്കുന്നവരുണ്ടെങ്കിൽ, നമ്മളില്ലാത്ത സമയത്തും നമ്മളെക്കുറിച്ച് പറയുന്നവരുണ്ടെങ്കിൽ, അതാണ് ആത്മബന്ധം. ഞാൻ ചോദിക്കട്ടെ, മിക്ക ആളുകളും, ഇതിൽ എനിക്ക് തോന്നുന്നത് 90% ആളുകളും നമ്മളിങ്ങനെ ഭർത്താക്കന്മാരെ കൂടെ കിടക്കുമ്പോൾ ചോദിക്കും, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ പെണ്ണിട്ടോ?
നിങ്ങളൊന്ന് സത്യം പറ, ഞാൻ മരിച്ച നിങ്ങൾ വേറെ പെണ്ണ് കിട്ടോ, കെട്ടൂലേ? അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പുറത്തതാ പറയണേ, ഇപ്പൊ തന്നെ കെട്ടുണ്ടോന്ന് ആർക്കറിയാന്ന്. ഇതൊക്കെയാണ് നമ്മളെ മനസ്സിൽ. എന്നാ നിങ്ങളിവിടെ അടുത്തൊരു സ്റ്റോറി വായിച്ചോ എവിടെയെങ്കിലും? ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായിട്ടും ഭാര്യയുടെ ഫോട്ടോ അവരുടെ പേഴ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളെ, 62 വയസ്സായ ഒരു വ്യക്തി. അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് വന്ന ഒരു പിതാവിനെയും കൊണ്ട് മക്കൾ വന്ന ഒരു കഥ ഞാനൊരു ക്ലാസ്സിൽ കേട്ടതാണ്, എൻ്റെ അടുത്ത് വന്നതല്ല, ക്ലാസ്സിന് കേട്ടതാണ്. പിതാവിനെ കൊണ്ട് മക്കൾ വരികയാണ്. എന്തിനാണെന്നറിയോ? കല്യാണം കഴിപ്പിക്കാൻ. അവരുടെ ഉപ്പനെ ഒരു ഉമ്മ ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. കാരണം അവർക്ക് നോക്കാൻ കഴിയണില്ല, അവരുടെ പെണ്ണുങ്ങൾക്ക് നോക്കാൻ പറ്റണില്ല. ഞങ്ങളെ ഉമ്മ നല്ല ഉമ്മയായിരുന്നു, അവർ പറഞ്ഞു തുടങ്ങുകയാണ്, നല്ല ഉമ്മയായിരുന്നു. പക്ഷേ ഉമ്മ മരിച്ചുപോയി. ഞങ്ങളെ ഉപ്പനെ ഞങ്ങൾക്ക് നോക്കാം, അവർ പറയാണ്, ഞങ്ങൾ നോക്കും. പക്ഷേ ഞങ്ങൾ നോക്കിയാൽ ഞങ്ങളമ്മ നോക്കണ മാതിരി ആവൂലട്ടോ സാറേ. അതുകൊണ്ട് ഞങ്ങളെ ഉപ്പക്കൊരു പെണ്ണ് കെട്ടണം, നിങ്ങൾ അതൊന്ന് പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ലാന്ന്. അപ്പോൾ ആ ഉപ്പനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉപ്പ പറയാണ്, എനിക്കറിയാം സാറേ നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന്, കല്യാണം കഴിക്കാനല്ലേ, ജന്മം നടക്കൂല. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കണ്ടവൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും എൻ്റെ കൂടെ കിടന്നവളുടെ കട്ടിലേക്ക് മറ്റൊരുവളെ ഞാൻ കൊണ്ടുവരില്ല എന്ന്. അതാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. ആ സ്ത്രീയുമായിട്ട് അവർക്കുണ്ടായ ആത്മബന്ധം. അതുപോലെ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരോടും നമ്മുടെ മക്കളോടും നമ്മുടെ മരുമക്കളോടും ഒക്കെ ഉണ്ടാവേണ്ട ഒരു ആത്മബന്ധമുണ്ട്. അതിന് ചിലപ്പം ഒരു എന്താ പറയുക, ഉമ്മൻ്റെ സമദാനി പറഞ്ഞല്ലോ, ഉമ്മയുടെ കേബിൾ വയറായിട്ടാണ് പുക്കിൾ കൊടിയെ അയാൾ വിശേഷിപ്പിച്ചത്. അങ്ങനത്തെ ഒരു ബന്ധം വേണമെന്നൊന്നുമില്ല, നമ്മൾ നോക്കുന്ന എടുത്തു വളർത്തുന്ന കുഞ്ഞുങ്ങളായാലും നമ്മൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളായാലും നമ്മൾ വെറുതെ ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന ഒരു പൂച്ചനോടായാലും ഏത് മൃഗത്തോടായാലും ഉണ്ടാവുന്ന ഒരു ആത്മബന്ധം, ഈ ആത്മബന്ധമാണ് വീടുകളിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ ഭർത്താവിനോട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഭർത്താവിനെ ഓർത്താൽ മതി. അവിടെയാണ് ആത്മബന്ധത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. ഈ മൂന്ന് ബന്ധങ്ങളും നല്ല രീതിയിൽ നമുക്കെല്ലാവർക്കും ഉയർത്താൻ പറ്റുമെങ്കിൽ, സ്ട്രോങ് ആക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പാണ് നമ്മൾ എവിടെയും സമാധാനവും സന്തോഷവും ഒന്നും തെരഞ്ഞു പോവേണ്ട ആവശ്യമില്ല, സംതൃപ്തി തെരഞ്ഞു പോവേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ അത് നല്ല സുഗന്ധത്തോടെ നമ്മുടെ വീട്ടിൽ അതുണ്ടാവും, ഉറപ്പാണ്. നമ്മുടെ ഈ കോപ്പില സംഗമത്തിൽ എല്ലാ വീടുകളിലും ആത്മബന്ധവും സ്നേഹബന്ധവും ശാരീരിക ബന്ധവും നല്ല രീതിയിൽ നിലനിർത്താൻ കഴിയട്ടെ. ഒരു കാര്യം കൂടെ പറയാം, ആത്മബന്ധത്തിന് ഒരു പരിഗണന എന്ന് പറയുന്ന സംഗതിയും കൂടി ഉണ്ട് കേട്ടോ. പരിഗണന എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, എന്താ പരിഗണന എന്ന്? നമ്മൾ ഒരു ജോലിക്ക് പോയ ഒരു ഉപ്പ വരികയാണ്. അപ്പം അവരുടെ ചെറിയ കുട്ടികൾക്ക് എപ്പോഴും ഒരു ആവശ്യം ഉണ്ടാവും, വരുമ്പോൾ ഒക്കെ മിഠായി കൊണ്ടുവരേണ്ടി വരും, വേണ്ടി വരൂലേ? എന്തെങ്കിലും ഒന്ന് മതി, ജീരമിഠായി ആയാലും മതി, പക്ഷെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണം, അത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഉപ്പനോട് വിളിച്ച് പറയാണ്, ഉപ്പ നിങ്ങൾ വരുമ്പോൾ ഡയറി മിൽക്ക് കൊണ്ടുവരണേ. അപ്പോൾ ഉപ്പ വഴിയിലെത്തിണ്ട, ഉപ്പ എന്താ ചെയ്യുക? ഉപ്പ വാങ്ങും അല്ലേ? 3 മക്കളുണ്ടോയെന്ന് വിചാരിച്ചോളെ, ഉപ്പ വാങ്ങും. ഉപ്പ ഒരു ഡയറി മിൽക്ക് വാങ്ങുമ്പോഴാണ് ഉപ്പക്ക് തോന്നുക, ഈ ഒരു മിഠായി കൊണ്ട് പോയാൽ അടിപിടി നായാട്ട് ഉറപ്പാണ്, ബാക്കി 2 കൊടുക്കണം. അപ്പം എന്ത് ചെയ്യും? മറ്റേ മക്കൾക്കും 2 പറഞ്ഞ് 3 വാങ്ങി. അപ്പോഴാണ് ഓർത്തത്, ഈ 3 കൊണ്ടുപോകുമ്പോൾ ഇവരെ പ്രസവിച്ച 9.5 മാസം വയറ്റിൽ ചുമന്ന ഒരു ഉമ്മയുണ്ട് അവിടെ, ഭാര്യയുണ്ട് അവിടെ. അവർക്ക് കൂടി ഒരു മഞ്ചോ വേറെന്തെങ്കിലും ഒരു മിഠായി വാങ്ങിയിട്ട് അത് ഒരു പോക്കറ്റിലും മക്കൾക്കുള്ളത് മറു പോക്കറ്റിലും ആക്കിയിട്ട് ഉപ്പ വീട്ടിൽ പോവാന്ന് വെച്ചോ. എന്നിട്ട് ഈ മക്കൾക്ക് ചെറിയതിനാദ്യം കൊടുത്ത്
മറ്റവർക്ക് രണ്ടാക്കുള്ളത് കാക്കാർക്ക് താത്താർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അതും കൊടുത്ത് കുട്ടി അവിടെ എന്ത് പഠിച്ചു? ഷെയറിങ് പഠിച്ചു അല്ലേ? പിന്നെ ഇവളെ കയ്യില്, ഭാര്യയുടെ കയ്യില് അറിയാതെ, മക്കളറിയാണ്ട് ഈ ഒരു ചോക്ലേറ്റ് അങ്ങ് വെച്ചു കൊടുത്തപ്പോ ഭാര്യക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. സാധാരണ ആണുങ്ങൾ 3 എണ്ണം കൊണ്ടുവന്ന് മക്കൾക്ക് വിതരണം ചെയ്യുമ്പോൾ സന്തോഷക്കേടൊന്നുമില്ല. പക്ഷെ ഇത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് ഉമ്മമാർക്ക്, എന്നെയും പരിഗണിച്ചല്ലോ എന്നുള്ളത്. എന്നിട്ട് ഉമ്മമാരെന്താ ചെയ്യാ? തിന്നൂല, അങ്ങനെ വെച്ച് കാത്തുക്കും. ഈ 3 മക്കളെ കാണാതെ തിന്നാളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഭർത്താവ്, പക്ഷെ കേൾക്കൂല. ഇവരെന്താ ചെയ്യാന്നറിയോ? ഇവര് പിന്നെ ആ ചെറിയതിനൊന്ന് പൊട്ടിച്ചു കൊടുക്കാൻ നോക്കും. അപ്പോക്കിന് മറ്റോല് കാണും, ആഹാ നിങ്ങള് ഇത് ശരിയുള്ള കാര്യമല്ലോ കേട്ടോ, എല്ലാവർക്കും ഒരേ മാതിരി കൊടുക്കണേ എന്നൊക്കെ പറയും കുട്ടികൾ. അപ്പോക്കിന് കച്ചറായോ? സ്വസ്ഥത പോയോ? കുട്ടികൾ കച്ചറൂടില്ലേ? അപ്പൊ നമുക്ക് കിട്ടിയ നമ്മളടുത്ത് തിന്നാ കുട്ടികൾക്ക് കൊടുക്കണ്ട, കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് ഓര് കൊടുത്തോളൂ. മനസ്സിലായില്ലേ? കുട്ടികൾക്ക് അല്ലാണ്ട് തങ്കേരിച്ച് വെക്കണ്ടാന്ന്. ഞമ്മക്കും അറിയണ്ടോ അതിൻ്റെ ടേസ്റ്റ്, മധുരാണോ പുളിയാണോ എന്നൊക്കെ അറിയണ്ടേ? നമുക്കറിയണ്ടേ? ഒരിക്കൽ മാത്രം അറിഞ്ഞാൽ മതിയോ? നമുക്ക് എന്നാ മിഠായി കിട്ടിണ്ടാവുക? ചെറിയ കുട്ടികളായപ്പോൾ അപ്പാര് കൊണ്ടുവന്നുണ്ടാവും. അവരുടെ മുമ്പിൽ ആ സമയത്ത് നമ്മൾ കഴിക്കുന്നതാണ് അവർക്ക് സന്തോഷം, നമ്മൾ കഴിക്കുന്നതാണ് അവർക്ക് സന്തോഷം. അപ്പം പിന്നെ നമ്മൾ കഴിക്കണ്ടേ? നമ്മൾ കുട്ടികൾക്ക് വെച്ചേക്കണ്ട, കുട്ടികൾക്ക് ഓര് കൊടുത്തോളും. അപ്പം ഞാൻ നിർത്താണ്. ശാരീരിക ബന്ധവും മാനസിക ബന്ധവും ആത്മബന്ധവും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നമ്മുടെ വീടുകളിലെല്ലാം നല്ല ഉറച്ചതായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.